ഇനി ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് പോവുകയാണ്. ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ ചരക്ക് ട്രെയിൻ ഇടിച്ച് വൻ അപകടം. ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ 3 റെയിൽവേ ജീവനക്കാർ അടക്കം 15 പേരാണ് മരിച്ചത്. 60-ലധികം പേർക്ക് പരിക്കേറ്റു. സിഗ്നൽ മറികടന്നെത്തിയ ചരക്ക് ട്രെയിൻ പാസഞ്ചർ ട്രെയിനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടം റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ അന്വേഷിക്കുമെന്നും അപകടത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വിവരങ്ങളുമായി സിബി ഉണ്ട്. സിബി, വലിയ നടുക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിനു, ഇന്ന് രാവിലെ 8:50ഓടെയാണ് ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ സിലിഗുരിക്ക് സമീപം ട്രെയിൻ അപകടമുണ്ടായത്. ഈ സിഗ്നൽ മറികടന്നെത്തിയ ചരക്ക് ട്രെയിൻ പാസഞ്ചർ ട്രെയിനിന് പിന്നിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 3 ബോഗികൾ വേർപ്പെടുകയും ഈ ബോഗികളിൽ ഉണ്ടായിരുന്നവരാണ് കൂടുതൽ പേരും മരിച്ചത്. 15 പേരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂ ജയ്പാൽ ഗുഡി സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിച്ച കാഞ്ചൻ ജംഗ എക്സ്പ്രസ് രംഗപാണി സ്റ്റേഷനടുത്ത് വെച്ചാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഈ റെയിൽവേക്കുണ്ടായ വലിയ ഒരു പിഴവ് തന്നെയാണ് ഈ ഒരു അപകടത്തിന് പ്രധാനപ്പെട്ട കാരണവും. കഴിഞ്ഞ വർഷം ഇതേ ജൂണിൽ തന്നെയാണ്, ജൂൺ 2-ാം തീയതിയാണ് ഒഡീഷയിലെ ബാലസോറിൽ ട്രെയിൻ അപകടം ഉണ്ടാവുകയും 296 പേരുടെ ജീവൻ അന്ന് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് ഇതേ മാസം തന്നെ, ജൂൺ മാസം തന്നെയാണ് വീണ്ടും ഒരു അപകടം കൂടി ഇപ്പോൾ ബംഗാളിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അവിടെ സംഭവ സ്ഥലത്ത് സന്ദർശിക്കുകയും പിന്നീട് അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ ഇതിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ നരേന്ദ്രമോദിയും 10 ലക്ഷം രൂപ റെയിൽവേയും അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ബാലസോറിലുണ്ടായ അപകടത്തിലും അന്നും ഈ സിഗ്നൽ സംവിധാനത്തിലുണ്ടായ പിഴവ് തന്നെയായിരുന്നു ഈ ഒരു അപകടത്തിന് കാരണം. അന്ന് കവചുരുപ്പുള്ള, അതായത് ട്രെയിൻ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യയെ കവച് ഉൾപ്പെടെ എല്ലാം തന്നെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഈ 3-ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ഈ അശ്വിനി വൈഷ്ണവ് തന്നെ വീണ്ടും കേന്ദ്ര റെയിൽവേ മന്ത്രിയായിട്ടും ഈ കാര്യത്തിലെല്ലാം തന്നെ ഒരു നടപടി സ്വീകരിച്ചില്ല. അത് തന്നെയാണ് ഈ ഒരു അപകടത്തിലേക്ക് വീണ്ടും എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നു. അതിൽ 15 പേർ മരിക്കുകയും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ വരും ദിവസങ്ങൾ, അതേസമയം തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രി അടക്കം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും RJD അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വരികയും ചെയ്തു. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ റെയിൽവേയെ സ്വയം ഒരു PR വർക്ക് നടത്താനുള്ളൊരു മാധ്യമമായി മാത്രം റെയിൽവേയെ കണ്ടുവെന്നും അടിയന്തരമായ നടപടി സ്വീകരിക്കാത്തതാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമെല്ലാതിനെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. എന്തായാലും ഈ കഴിഞ്ഞ 2 വർഷത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ 2 ദുരന്തങ്ങളാണ്. കഴിഞ്ഞ വർഷം ഇതേ ജൂണിൽ തന്നെ 296 പേരാണ് മരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ 15 പേരുടെ ജീവൻ കൂടിയാണ് ഈ ഒരു ദുരന്തത്തിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വിനു.